ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളും ഭീഷണികളും പുതിയ തലത്തിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ചും റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ ഇടപാടുകളെക്കുറിച്ചുമുള്ള തന്റെ അതൃപ്തി ഒരിക്കൽ കൂടി പരസ്യമാക്കിയിരിക്കുകയാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം CNBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ മുന്നറിയിപ്പ് നൽകി. ഈ ഭീഷണി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങളെ കൂടുതൽ വഷളാക്കുന്ന ഒന്നാണ്. ട്രംപിന്റെ വാക്കുകളിൽ ഇന്ത്യ ഒരു നല്ല വ്യാപാര പങ്കാളി അല്ലെന്നും അമേരിക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് വ്യാപാരത്തിൽ വലിയ നേട്ടമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യ ഒരിക്കലും ഒരു നല്ല വ്യാപാര പങ്കാളിയല്ല. അവർ ഞങ്ങളുമായി ധാരാളം വ്യാപാരം നടത്തുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ അവരുമായി വ്യാപാരം നടത്തുന്നില്ല. അതിനാൽ 25% തീരുവ എന്നതിൽ നിർത്തിയതാണ്. പക്ഷേ 24 മണിക്കൂറിൽ അത് ഗണ്യമായി ഉയർത്താനാണ് തീരുമാനം. കാരണം അവർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയാണ്, ട്രംപ് പറഞ്ഞു. നേരത്തെയും ട്രംപ് ഇന്ത്യയുടെ താരിഫുകൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണെന്ന് പറഞ്ഞിരുന്നു. റഷ്യയിൽ നിന്നും ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങുകയാണെന്നും യുക്രൈനിൽ എത്ര പേർ കൊല്ലപ്പെടുന്നു എന്നത് അവർ കാര്യമാക്കുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഇന്ത്യയും ശക്തമായ പ്രതികരണമാണ് നൽകിയത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ലക്ഷ്യം വെക്കുകയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. താരിഫ് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ന്യായീകരിക്കാനാവാത്തതും യുക്തിരഹിതമാണെന്നും രാജ്യസുരക്ഷയ്ക്കും സാമ്പത്തിക സുരക്ഷയ്ക്കും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. റഷ്യയുമായി ദീർഘകാലമായി നിലനിൽക്കുന്ന പ്രതിരോധ സാമ്പത്തിക ബന്ധങ്ങളാണ് ഇന്ത്യ ഈ നിലപാടിലേക്ക് നയിച്ചത്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ നീക്കം രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യകതകൾ നിറവേറ്റുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക, റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്കുമേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഈ ഉപരോധങ്ങളെ അവഗണിച്ച് റഷ്യയുമായി വ്യാപാരം തുടരുന്ന ഇന്ത്യയുടെ നിലപാട് അമേരിക്കയെ അതൃപ്തരാക്കുന്നു. ഇന്ത്യ സൈനിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണെന്ന ട്രംപിന്റെ പരാമർശം പ്രതിരോധ മേഖലയിൽ ഇന്ത്യ റഷ്യയെ ആശ്രയിച്ചിരിക്കുന്നതിലുള്ള അമേരിക്കയുടെ അതൃപ്തിയും വ്യക്തമാക്കുന്നു. ട്രംപിന്റെ ഈ ഭീഷണികൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ ഇറക്കുമതി തീരുവകൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് അമേരിക്കൻ ഭരണകൂടം ദീർഘകാലമായി പരാതിപ്പെട്ടിരുന്നു. ഉദാഹരണത്തിന് ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളുകൾ പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവകൾ ട്രംപ് നേരത്തെയും വിമർശിച്ചിരുന്നു. എന്നാൽ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായുള്ള ബന്ധം താൽക്കാലികമായ ഒന്നല്ല. പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന തന്ത്രപരമായ പങ്കാളിത്തമുണ്ട്. ആയുധങ്ങളും മറ്റ് പ്രതിരോധ സാമഗ്രികളും റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതേസമയം അമേരിക്കയുമായി ഇന്ത്യക്ക് ശക്തമായ സാമ്പത്തിക പ്രതിരോധ ബന്ധങ്ങളുണ്ട്. അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒരാളാണ്. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ ഭീഷണികൾ ഇന്ത്യയെ ഒരു വിഷമവൃത്തത്തിലാക്കുന്നു. ഒരു വശത്ത് തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്, മറുവശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുമായുള്ള ബന്ധം വഷളാകാതെ നിലനിർത്തുകയും വേണം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ തീരുവകൾ വർദ്ധിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. തുണിത്തരങ്ങൾ, മരുന്നുകൾ, IT സേവനങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്നത് കയറ്റുമതിയിൽ വലിയ ഇടിവിന് കാരണമാവുകയും അതുവഴി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഡൊണാൾഡ് ട്രംപ് തന്റെ മുൻകാല നയങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഒരു കാര്യം വ്യക്തമാക്കിയത് അദ്ദേഹത്തിന് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തോടുള്ള പ്രതിബദ്ധതയാണ്. അതായത് അമേരിക്കയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ താല്പര്യങ്ങൾക്കാണ് അദ്ദേഹം എപ്പോഴും മുൻഗണന നൽകുന്നത്. ചൈനയുമായുള്ള വ്യാപാര യുദ്ധം ഇതിനൊരു ഉദാഹരണമാണ്. ഇന്ത്യയുമായുള്ള ഈ പുതിയ തർക്കം അതേ പാത പിന്തുടരുന്നതായി കാണാം. ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യയെ മറ്റ് ബദലുകൾ തേടാൻ പ്രേരിപ്പിക്കും. റഷ്യയെ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സാമ്പത്തിക പങ്കാളികളെ വൈവിധ്യവൽക്കരിക്കാനും ഇന്ത്യ ശ്രമിച്ചേക്കാം. എന്നാൽ ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. ഇന്ത്യ അമേരിക്ക ബന്ധത്തിലെ ഈ ഭീഷണി ഇരു രാജ്യങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന തന്ത്രപരമായ താല്പര്യങ്ങളെ മറികടക്കാൻ സാധ്യതയുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ചെറുക്കാൻ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണം അത്യന്താപേക്ഷിതമാണെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ഈ തർക്കങ്ങൾ ഈ സഹകരണത്തെ തളർത്തുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തര രാഷ്ട്രീയത്തിലും വിദേശ നയത്തിലും ഇത് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നു. തങ്ങളുടെ പരമാധികാരവും സാമ്പത്തിക താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ചോദ്യത്തിന് ഇന്ത്യക്ക് ഉത്തരം കണ്ടെത്തേണ്ടി വരും.